അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? കണ്ടോ, ഇപ്പോൾ രാവിലെയാണ് കേട്ടോ. രാവിലെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. റോഡൊക്കെ കാലിയായി കിടക്കുകയാണ്. ഇപ്പോൾ കുറച്ച് സമയം കൂടി ഇങ്ങനെ കാലിയായി കിടക്കുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ മെയിൻ റോഡിനെക്കാട്ടും വലിയ തിരക്കാണ് നമ്മളെ പോക്കറ്റ് റോഡ്. നല്ല ഭംഗിയുണ്ട് രാവിലെ കാണാനല്ലേ. അപ്പോൾ മോന് ജിമ്മിന് പോവാണ് കേട്ടോ. അവന് മിനിയൂട്ടിയിലെ ജോലി ഉണ്ടെന്ന്. അവന് വെക്കേഷനല്ലേ, പോക്കറ്റ് മണിക്ക് വേണ്ടി മിനിയൂട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നാൽ വേഗം ഓടി വരുമ്പോഴേക്കും വേഗം ചായ ഉണ്ടാക്കട്ടെ എന്ന് കരുതി അടുക്കളയിൽ എത്തിയിട്ടോ. അവൻ ചായ ഒന്നും കുടിക്കില്ല, അവന് വെള്ളമേ കുടിക്കുള്ളൂ. ജിമ്മിന് പോയാൽ പിന്നെ ഷുഗറൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ചായ എടുക്കില്ല, വെള്ളം മാത്രം കുടിക്കുള്ളൂ. ജിമ്മ് കഴിഞ്ഞ് വന്നാൽ 2 മുട്ട നിർബന്ധമായിട്ടും കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചായയും ദോശയും സാമ്പാറും ചട്നിക്കറി ഉണ്ടാക്കിട്ടോ. എപ്പോഴും ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കും, ഉച്ചക്ക് കൂടെ കണ്ടാണ് ഉണ്ടാക്കും കേട്ടോ. പിന്നെ സാധനം പച്ചക്കറി കുറവാണ്, അതുകൊണ്ട് ഞാൻ വേഗം ദോശയ്ക്ക് കുറച്ച് സാമ്പാർ ഉണ്ടാക്കി. അപ്പോൾ സാമ്പാർ ഉണ്ടാകുമ്പോൾ അവർക്ക് ചട്നിക്കറിയും വേണം. അപ്പോൾ ഞാൻ ലേശം ചട്നിക്കറി ഉണ്ടാക്കി. ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ എന്തുണ്ടാക്കുകയാണെങ്കിലും കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അതിനിടയ്ക്ക് മീൻകാരൻ വന്നു കേട്ടോ. മീൻ വണ്ടി വന്നപ്പോൾ ഓടിപ്പോയി കുറച്ച് മീൻ വാങ്ങി കൊണ്ടുവന്നു. ചെമ്മീനാണ് കിട്ടിയത്. കുറേ ദിവസമായി ചെമ്മീൻ വാങ്ങിയിട്ട്. അപ്പം മോനിങ്ങനെ പറയുന്നുണ്ട് ചെമ്മീൻ കിട്ടണമെങ്കിൽ വാങ്ങായിരുന്നു. അപ്പം ഇന്ന് ചെമ്മീൻ കിട്ടിയിട്ടോ. അപ്പോൾ വലിയ സൈസ് ചെമ്മീനൊന്നുമല്ല, ഒരിടത്തരം സൈസ് ചെമ്മീനാണ് കേട്ടോ കിട്ടിയത്. ഇതാ ഈ വലുപ്പത്തിലുള്ള ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ കറിയൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തൊലിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അവന് മിനിയൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദോശയും സാമ്പാറും പിന്നെ കൂടെ മുട്ട ചിക്കിയതും മതി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് ചോറൊന്നും അവൻ കൊണ്ടുപോകില്ല. രാവിലെ എന്താണോ ഉണ്ടാക്കണത് അതും കൊണ്ട് പോകും. പിന്നെ രാത്രി വന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി, മുളകും പൊടി, ഉപ്പിട്ടിട്ട് ഒന്ന് വേഗം മുട്ട ചിക്കട്ടോ. 9 മണിയാകുമ്പോഴേക്കും അവൻ അവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ വേഗം അവനൊന്ന് പറഞ്ഞേക്കട്ടെ എന്ന് കരുതി. എന്താ അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നോ? ഇന്നലെയൊക്കെ ഇവിടെ അങ്ങനെ മൂടി നിന്ന് പെയ്തില്ല കേട്ടോ. ഇന്നും ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. പെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ പോവുകയും ചെയ്യും, പെയ്യൂല. വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പെയ്യും, നമ്മളിവിടേക്കൊന്നും പെയ്യൂല. അപ്പോൾ ഞാൻ ആദ്യം അവനെ ദോശയും മുട്ടയൊക്കെ ഇട്ട് കൊടുത്തയച്ചിട്ട് അവനെ പറഞ്ഞയച്ചാൽ എനിക്ക് എൻ്റെ ബാക്കി പണികളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ആശുക്കുട്ടനാണെങ്കിൽ ഉറങ്ങുകയാണ്. അവനെ എണീക്കുമ്പോഴേക്കും കുറച്ച് മുറ്റടിച്ചേരൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറണം, അല്ലെങ്കിൽ അവനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പാമ്പ് ഫേസ്ബുക്ക് തുറന്നാൽ പാമ്പാണല്ലോ, പാമ്പ് കടിച്ചത് തന്നെ കേൾക്കാനുള്ളൂ. അപ്പോൾ അവനെ ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറക്കലില്ല. നമ്മളാകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കും, കുട്ടികളാകുമ്പോൾ പിന്നെ അതൊന്നും നോക്കൂലല്ലോ. ഓരോ കാണുന്നിടക്കെ ഓടി കളിക്കും. അപ്പോൾ മോൻ പോയിട്ടോ. അപ്പം ഇനി വൈകുന്നേരമല്ല, രാത്രി 9 മണിക്കാവും തിരിച്ചു വരാം. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചോറ് വെക്കട്ടെ എന്ന് കരുതിയിട്ടോ. അപ്പോൾ ഗ്യാസിനൊക്കെ ക്ഷാമമായതുകൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ അടുപ്പത്ത് തന്നെയാണ് ചെയ്യൽ. കുക്കറിലുണ്ടാക്കാൻ മതിയല്ലോ. അതിനിടയ്ക്ക് മോനോസ് പപ്സ് കൊടുന്ന്, ചൂടുള്ള പപ്സ് കൊടുന്നിട്ട് കഴിച്ചു കിട്ടും. ചെമ്മീൻ തൊലിച്ചെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്, കുറച്ച് സമയം അധികം നിൽക്കണം. നമ്മൾ അയില മത്തിയത് നന്നാക്കണ പോലെ പെട്ടെന്നൊന്നും ചെമ്മീൻ തൊലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ എപ്പോഴും ചെമ്മീൻ കിട്ടുമ്പോൾ ഞാൻ മുളകിടലാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് കരുതി. വറുത്തരച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാനിന്ന് വറുത്തൊന്നും അരച്ച് വെക്കണില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 വല്യുള്ളി അരിഞ്ഞിടുകയാണ്. തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വല്യുള്ളീൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു 2 വല്യുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനെങ്ങനെയാണ് തേങ്ങ അരച്ച് കറി വെക്കണമെന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. പലരും പല മോഡലിലായിരിക്കും കറി ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ഞാൻ വല്യുള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ കറി കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഈ കറി ഉണ്ടായാൽ പിന്നെ ചോർക്ക് വേറൊന്നും വേണ്ട. വേണമെങ്കിൽ പപ്പടം പൊരിച്ചെടുക്കണം. മീൻ കറി ഉണ്ടാകുമ്പോൾ പപ്പടം ചോർക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കണ്ടോ, ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, ഇത്ര സാധനങ്ങൾ കുറച്ച് പേസ്റ്റ് രൂപത്തിൽ അടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണം. പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ പൊടിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആശുകുട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ എന്ത് ജോലി എടുക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇക്കും കാക്കൊക്കെ ഉണ്ടായാലും ഓല കൂടെ ഒന്നും കളിക്കൂല. എൻ്റെ നിഴലായിട്ട് എൻ്റെ കൂടെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ വലിയ ചെമ്മീൻ വാങ്ങുന്നതിൽ കാരണം ടേസ്റ്റ് ഒരിടത്തരം ചെമ്മീനാണെന്ന് കേട്ടോ എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമുക്കിനി തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒന്നുമില്ല, തേങ്ങ മാത്രം, തേങ്ങയിൽ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. തേങ്ങ അരച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇത് തിളച്ചാൽ നമുക്കിനി താളിച്ചൊഴിക്കണ ഒരു പരിപാടി കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കുറച്ച് കടുക്, അതുപോലെ കറിവേപ്പ്, കുറച്ച് വറ്റൽമുളക് ഇത്രയും ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ ഇടയിൽ ഞാൻ മീൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒന്ന് വിരിക്കാൻ പോയിട്ടോ. അതിൻ്റെ ശേഷം ചിലപ്പോൾ നല്ല മഴയായിരിക്കും, നല്ല മൂടി നിൽക്കണോണ്ട് ചിലപ്പം മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയി അതിൽ വിരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി റെഡിയായി. ഞാൻ ഇനി നിന്ന് ചോറയ്ക്ക് ചെമ്മീൻ കറി പപ്പടം മാത്രം മതി എന്ന് കരുതി നിൽക്കുക കേട്ടോ. അപ്പോഴാണ് മാങ്ങ കണ്ടത്. അപ്പോൾ പഴുത്ത മാങ്ങ ഉണ്ട്, നാളൊക്കെ ചിലപ്പോൾ പഴുപ്പ് ഏറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാമ്പഴപ്പുളിശ്ശേരി കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നത് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പലരും പല രീതിയിലായിരിക്കും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ശർക്കരൻ്റെ ഒരു വലിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഫസ്റ്റ് ക്വാളിറ്റി ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. സാധാ ശർക്കരയൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അരിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ. മാങ്ങ ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേവാൻ വേണ്ട, പെട്ടെന്നാവും. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാർക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ കുറച്ച് തൈര് നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കരുത്. ഈ തൈരിൽ ഈ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മാങ്ങയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലോണം നമുക്കൊന്ന് കുത്തി ഒടിച്ചെടുക്കാം. കുത്തി ഒടുക്കുമ്പോഴാണ് ആ ഗ്രേവി നല്ല കട്ടി ഉണ്ടാവുള്ളൂ. എനിക്ക് മാമ്പഴപ്പുളിശ്ശേരി കിട്ടിയാൽ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ ചോറുണ്ടാൻ, അത് മാത്രം മതി, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരെല്ലാവരും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആവും ഉണ്ടാക്കുന്നത്. എന്നാലും ചിലപ്പോൾ ചിലർ ആദ്യം മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ തേങ്ങൻ്റെ കൂടെ ഇട്ട് അരച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടോ, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ആ പേസ്റ്റ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് താളിച്ച് വയ്ക്കുന്ന ഒരു പരിപാടി കൂടി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ താളിച്ച് വയ്ക്കരുത് കേട്ടോ. കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിൽ താളിച്ച് വയ്ക്കണം. അപ്പോഴാണ് മാമ്പഴപ്പുളിശ്ശേരിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് കടുക്, കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക് നമ്മൾ താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇനി നമുക്ക് ചോറിനാം. ഇപ്പോൾ തന്നെ സമയം 1:30-2 മണി ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്, ആശുക്കുട്ടന് വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ചോറിനട്ടെ കേട്ടോ.